ഇതാണ് എൻ്റെ കുഞ്ഞൻ എംബ്രോയ്ഡറി മെഷീൻ. 550യുടെ ജനോമി, ഉഷ ജനോമിയുടെ മെഷീനാണ്. അത്യാവശ്യം എംബ്രോയ്ഡറി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പക്ഷേ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. കാരണം ഇത് യൂസ് ചെയ്യാനുള്ള സമയമില്ല. ഇതിൻ്റെ ഒരുപാട് ഫംഗ്ഷനൊന്നും എനിക്ക് അറിയത്തുമില്ല. കാരണം ഞാനിത് എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഡെമോ ഒന്നും തരാൻ എനിക്ക് ആൾ വന്നിട്ടില്ല. വരാത്തത് അവർ സൺഡേ ദിവസങ്ങളിൽ വരത്തില്ല. അപ്പം നമുക്കത് സൺഡേ ദിവസങ്ങളിലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവർ വരാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഡിലേ ആക്കി വെച്ചേക്കുവാണ്. ഇതിനകത്ത് എനിക്കിതിൽ പച്ച ഇലയും പച്ച നൂല് ഇലയും നീലപ്പൂവാണ് വേണ്ടത്. കാരണം എനിക്കിത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഒറ്റ കളർ മതി. അപ്പം ഞാൻ ഫുള്ള് റെഡിട്ടാണ് തയ്ക്കുന്നത്. കാരണം എനിക്കിതിൽ വേറെ കളർ വേണ്ട. സാരിക്ക് ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് റെഡിട്ട് ഈ ഡിസൈൻ എടുക്കുന്നത്. അപ്പോൾ ഒറ്റ കളർ. ഇതൊരു കുഞ്ഞൻ മെഷീനാണ്. ജനോമി 550യുടെ ഉഷയുടെ ജനോമി മെഷീനാണ്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്ക് ഈ ഡിസൈനൊക്കെ സോഫ്റ്റ്വെയർ ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം ഡിസൈൻ നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ വില കുറച്ച് ചെയ്ത് തരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കിക്കേ. നമ്മുടെ ഒന്നിനും നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ. ഈ മെഷീൻ നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ കയ്യിലോ അല്ലെങ്കിൽ ചെസ്റ്റിലോ ചുരിദാറിൻ്റെ നെക്കോ ഒക്കെ ചെയ്തെടുക്കാൻ നല്ലതാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വർക്ക് ഞാൻ അങ്ങനെ പിടിക്കാറില്ല. പിന്നെ അവർ തരുന്ന ഡിസൈൻ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഡിസൈനായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ക്യാഷ് കൊടുക്കണം. അപ്പം നമ്മളെ കയ്യിലുള്ള ഡിസൈനാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വർക്ക് കൂടെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ ഷോപ്പിലേക്ക് അധികം സ്റ്റാഫില്ലാത്തത് കൊണ്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ അത്ര സമയം തികയുന്നില്ല. ഞാനും വേറൊരു കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വർക്കുമുണ്ട് കേട്ടോ. വർക്ക് പൂവൊക്കെ ഡിസൈൻ അടിച്ച് പറഞ്ഞാൽ എന്ത് ഫിനിഷിങ്ങാണ് നോക്കിക്കേ. നല്ല ഫിനിഷായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് വർക്കാണിത്. അതുമല്ല നമ്മൾ നനച്ചാലും വാഷിംഗ് മെഷീനിൽ നനച്ചാലും ഒന്നും ഡിസൈൻ പോകത്തില്ല. ഇതിലടിച്ച 1-2 ഡിസൈൻ എനിക്കുണ്ട്. പക്ഷെ ഒന്നും ചെയ്യത്തില്ല. നമ്മളെ കുഞ്ഞൻ ഡിസൈൻ തീരാറായിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു ഡിസൈനാണ് കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു ഫ്രോക്കിലൊക്കെ അടിക്കാൻ നല്ല ഡിസൈനാണ്. ഇതിനി വേണമെങ്കിൽ നമുക്ക് ആ മീഡിയത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ത്രെഡ് കേട്ടോ. നമുക്ക് ആ മീഡിയത്തിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ വേണമെന്നില്ല. ബ്ലാക്ക് മാത്രമായാലും കാണാൻ ഭംഗിയാണ് കേട്ടോ. അവിടെ ഒരു ഡിസൈൻ വേണമെന്നില്ല. എനിക്ക് ഈ ഒരൊറ്റ കളർ കിട്ടിയാൽ മതി. വേറെ കളർ എനിക്കതിന് വേണ്ട. അപ്പോൾ ഈ ഒരൊറ്റ കളർ. അപ്പോൾ ആ നടുക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മുത്തോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മതി അല്ലേ. നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്ത് ഫിനിഷാന്ന് നോക്കിക്കേ. ഡിസൈൻ ഉണ്ടോ. ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇവിടെ ഒരു മുത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ ഈ 3 ഹോള്, അതായത് ഈ ബ്ലാക്ക് കാണുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് 2 മുത്ത് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഇത് മതി. ഇത്രയും. ഇത് കണ്ടോ, എൻ്റെ കുഞ്ഞൻ മെഷീനിൽ അടിച്ചെടുത്ത് ചെറിയൊരു എംബ്രോയ്ഡറി ആണിത്. എനിക്കെൻ്റെ ബാക്കിൽ ആ ബാക്ക് സ്ക്വയർ പീസിൽ വെക്കാനാണ്. കണ്ടല്ലോ. നമുക്കിനി ഇതിനെ വെട്ടിയെടുക്കാം. ഇത് വെട്ടിയെടുത്തിട്ട് കണ്ട, ഇതിവിടെ വെക്കുമ്പോൾ നല്ല കട്ടി പീസായിരിക്കും. അതായത് ഒരു ലൈനിങ് ഉണ്ട് ഇതിൽ ഈ നമ്മൾ ക്യാൻവാസും കൂടെ വെച്ച് അടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഒരു ലൈനിങ് കൂടെ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് മറിച്ചടിച്ചെടുക്കാം. നമുക്കിതെങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഈ പൂവ് മുകളിലോട്ടാക്കി വയ്ക്കാം ഇല. കാരണം സ്ക്വയറിന് വെട്ടിയത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. നമുക്കിന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ ഈ മുകൾ ഭാഗം മാത്രം അടിച്ചാൽ മതി കേട്ടോ. ബാക്കി ഭാഗം ഒന്നും അടിക്കണ്ട. ബാക്കി ഭാഗം നമുക്ക് മറ്റേതിൽ വെച്ചിട്ട് അടിക്കാനുള്ളതാണ്. മറ്റേ പീസിൽ, അതായത് 2 പീസിൽ വെച്ചിട്ട് അടിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ഈ മുകൾ ഭാഗത്ത് മാത്രം അടിച്ചെടുത്താൽ മതി. അതിന് നമുക്കിവിടെ ഒരു തയ്യലൂടെ കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനിങ്ങനെ മറിച്ചിട്ട് അടിച്ചെടുക്കണം. അതായത് ഇവിടെ നമുക്ക് തയ്ക്കണ്ട, ഇവിടെ തയ്യൽ വേണ്ട കേട്ടോ. അപ്പം നമുക്ക്
ഒരു തയ്യൽ കൊടുത്താൽ അതൊരു വൃത്തിയുണ്ടാവും. നമുക്ക് തയ്ക്കാതെ തന്നെ ഇങ്ങനെ കളവിന് വെട്ടിയ പീസാണത്. അപ്പം നമുക്കതിന് ഇതിൻ്റെ ലൈനിങ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ലൈനിങ് ഈ ക്യാൻവാസ്. നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പീസിനാണ്, ബാക്ക് പീസിനാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ബാക്ക് പീസാണിത് കേട്ടോ. ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്വയർ പീസ് 7 ഇഞ്ച്, നമുക്ക് 7 ഇഞ്ച് 8 ഇഞ്ചാണ് ഉള്ളത്. 2 സൈഡ് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും കേട്ടോ. ഇവിടെ നമുക്കൊരു 7.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടും. കാരണം 8 ഇഞ്ച് കഴുത്ത് പോയിട്ട് 14 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ 8 ഇഞ്ച് കഴുത്തിൻ്റെ ലെന്ത് പോയിട്ട് ബാക്കിയുള്ളത് 7 ഇഞ്ച് 7.5 ഇഞ്ചല്ലേ വരുള്ളൂ. അപ്പോൾ ഇത്രയേ വരുള്ളൂ കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പൂടെ അര ഇഞ്ചേ പോകുള്ളൂ. അപ്പോൾ 7.5 ഇഞ്ച് കിട്ടും, മതി. അപ്പോൾ ഇനി ഇത് തയ്ച്ചെടുക്കുന്നതാണ് നിങ്ങൾ നോക്കാൻ. കണ്ടല്ലോ, ഈ ഇല മുകളിലോട്ട് നമ്മൾ ഈ പൂ വന്നിട്ട് ഇങ്ങനെ 2 ഇലയും താഴോട്ടൊരു പൂവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഭംഗിയാണ്. പക്ഷേ എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ കൊടുക്കാം, എങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ട് അതുപോലെ കൊടുക്കാം. ഇതിൻ്റെ അകവും പുറവും നോക്കണം. ഇതാണ് പുറം, നല്ല വശം കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇവിടെ തയ്ച്ചിട്ടില്ല, ഇവിടെയും തയ്ച്ചിട്ടില്ല. കണ്ടല്ലോ, അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഈ ഭാഗം തയ്ക്കാത്ത ഭാഗമാണ്, അത് താഴെ കൊടുക്കണം. തയ്ച്ച ഭാഗം കഴുത്തിൻ്റെ അവിടെ വരണെടുത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് കണക്ക് കാണാം, ഈ കറക്റ്റ് എൻഡിന് ഇവിടെ നിന്ന് പിടിച്ച് ഇവിടം വരെ കൊണ്ടുവരിക. എനിക്ക് ഒരുപാട് ഞാൻ കഴുത്തിറക്കി തയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി. അപ്പം നമ്മൾ ഇങ്ങനെയാണ് അടിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കും. അടുത്ത് നമ്മൾ ഈ പീസും നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കും, അടുത്ത പീസ്. പക്ഷേ ഈ ബോർഡർ കറക്റ്റായിട്ട് തന്നെ വരണം, അല്ലെങ്കിൽ ഒരു ബോർഡർ പൊങ്ങി ഒരു ബോർഡർ താഴ്ന്നു വരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരിക. ഇനി നമ്മൾ ഈ പീസും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് ഒരു പീസ് നടുവിലും ഈ 2 സൈഡ് ബോർഡർ ഈക്വലായിട്ട് കണ്ടോ നമ്മൾ ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ തയ്യൽ തുമ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ കയ്യിൽ ലൈനിങ് ഉണ്ടല്ലേ, ലൈനിങ് നമ്മൾ വെച്ച് അടിക്കുമ്പോൾ ഇതിങ്ങനെ വെച്ച് അടിക്കണം. അതായത് ഈ പീസ് ഇങ്ങോട്ട്, ഈ കറുത്ത പീസ് ഇങ്ങോട്ട് ലൈനിങ് വെച്ച് മറിച്ചടിക്കണം, തിരിച്ചിടണം. ലൈനിങ് വെച്ചിട്ട് തിരിച്ചിടണം. അതായത് ഈ നമ്മൾ വെച്ചടിച്ചിട്ടുള്ള സ്ക്വയർ പീസ് നടുക്കാക്കിയിട്ട് ഈ 2 സൈഡ്, ഈ പീസ് ഒരു സൈഡ്, ഈ സൈഡ് ഒരു പീസ്, എന്നിട്ട് ഇതിൻ്റെ നടുക്കാണ് മറ്റേ പീസ് കിടക്കേണ്ടത്. നടുക്ക് ഈ പീസ് വരണം കേട്ടോ. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ചടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. കറക്റ്റ് പിടിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ കൈക്കുഴിയൊക്കെ നിങ്ങൾക്ക് മാറിപ്പോവും. ഒരു അര ഇഞ്ച് മാറിയിരുന്ന് തയ്ച്ച് വരുമ്പോൾ കോണും ചുളുക്കും ഒക്കെ കിടക്കും. നിങ്ങൾ എപ്പോഴും ഇത്തിരി സമയമെടുത്ത് പതുക്കെ തയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് സമയമെടുത്ത് പറഞ്ഞു തരാണ്. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ഇതാന്നുള്ളതിൻ്റെ തയ്ച്ചങ്ങ് പോകും. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളും അങ്ങനെ തയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സമയമെടുത്ത് പറഞ്ഞു തരുന്നത്. കുറച്ച് പേര് പറയും മനസ്സിലാവുന്നുണ്ടെന്ന്, കുറച്ച് പേര് പറയും കേട്ടുകൂടാന്ന്. ഞാൻ നല്ല വോയിസിലൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താണോ കേട്ടുകൂടാത്ത. കണ്ടോ, നമ്മൾ ഇങ്ങനെ എടുത്തു. കണ്ടോ, അപ്പോൾ ഇവിടെയും തയ്യൽ തുമ്പില്ല, മനസ്സിലായില്ല? ഇവിടെയും തയ്യൽ തുമ്പില്ല, ഇവിടെയും തയ്യൽ തുമ്പില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഉള്ളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസ് നമുക്ക് അടിച്ചെടുക്കണം. ഇതൊക്കെ ചെറിയ നിങ്ങൾക്ക് അല്ലെങ്കിൽ പോലും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൂ വെട്ടി വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ചുറ്റുമായിട്ട് മുത്ത് വെച്ച് നമുക്ക് കവർ ചെയ്ത് നല്ലൊരു ഡിസൈനാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ, ഡിസൈനാക്കി എടുക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഈ പീസ് ഏതാണോ വേണ്ടത് അത് ഉള്ളിലാക്കിയിട്ട് മിഡിലാക്കിയിട്ട് 2 സൈഡും ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ കവർ ചെയ്ത് വരണം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഉള്ളിൽ ഇത് ബാക്കാണ് കേട്ടോ, ബാക്ക്, ഇത് ഫ്രണ്ടാണ് കണ്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ലൊരു സിമ്പിൾ മോഡൽ. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിങ് മാത്രം പിടിച്ചിട്ട്, ഇത് നല്ല വശമാണ് കണ്ട, ഇത് ഇങ്ങോട്ട് പിടിച്ചിട്ട് ലൈനിങ്ങും ഈ തയ്യൽ തുമ്പും കൂടെ വെച്ചിട്ട് ഒരടി കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു സ്ട്രോങ് ആവുകയും ചെയ്യും. കാരണം നമ്മളിവിടുത്തെ നൂലൊക്കെയാണേ ടപ്പട്ടപ്പനെ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ 2-3 അടി അടിക്കാൻ, വെളിയിൽ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു തയ്യലൂടെ കൊടുത്താൽ നല്ല ഫിനിഷായിരിക്കും. ഇതിൻ്റെ മുകളിൽ വീണ്ടും വേണമെങ്കിൽ നമുക്കൊരു തയ്യൽ കൊടുക്കാം. ഇതിപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ലൈനിങ്ങിലൂടെ നമുക്കൊരു അടി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷായിരിക്കും കേട്ടോ. ഈ ബാക്ക് പീസ് അടിച്ച് കിട്ടിയ ഫ്രണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ബ്ലൗസിൽ പറഞ്ഞു തന്നില്ല. അതേപോലെ തന്നെ നമ്മളൊരു ബ്ലൗസ് തയ്ച്ച് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ, നിങ്ങൾ തയ്ച്ചിട്ട് ആരെങ്കിലും വേണ്ട. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ കൈക്കുഴി നമുക്ക് ഒരുമിച്ച് പിടിച്ച് വെച്ച് അടിക്കാം. അതായത് ഈ ലൈനിങ്ങും നമ്മളെ നല്ല വശവും കൂടി ചേർത്ത് ഒരുമിച്ച് അടിച്ചെടുക്കാം. എന്നാലേ നമുക്ക് താഴത്തെ പട്ട അടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ആദ്യം ഈ ഷോൾഡർ തമ്മിൽ ഒരുമിച്ചടിക്കാം. ഈ ബ്ലൗസ് ഞാൻ നാളെ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം കേട്ടോ. അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പട്ട കൈത്തയിലിട്ട് തന്നെ എടുക്കണം കേട്ടോ, ഹെമ്മിങ് ചെയ്ത് തന്നെ എടുക്കണം. ഇതിൽ മെഷീൻ അടിക്കരുത്, വൃത്തികേടാവും. ഇതിൽ ഇനി കണ്ടോ ഈ ബാക്ക് പീസ് അടിച്ചിരിക്കുന്നതിന് ഒരു തയ്യലും വന്നിട്ടില്ല, ഒരു തയ്യലും കാണാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം. തയ്യലും പുറത്തില്ല, എല്ലാം കവർ ചെയ്യണം. അതാണ് ഭംഗി. നമ്മൾ തയ്യൽ മെഷീൻ തയ്യൽ അവിടെ വരണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കിൽ ഇതിന് കൈത്തയിലിട്ട് കിട്ടണം. തയ്യൽ ഒട്ടും പഠിക്കാത്ത ഞാൻ ഇത്രയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തെടുക്കാം. ഇനിയുള്ള കാലം ഡ്രസ്സിനൊക്കെ നല്ല, എപ്പോഴും ഡ്രസ്സിന് ആൾക്കാർ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജോലിയല്ല കേട്ടോ. ഇത് പഠിച്ചെടുത്താൽ സ്വന്തം ആവശ്യത്തിനെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനൊന്ന് കഴുത്തേലിട്ടെടുക്കാം കേട്ടോ, ബാക്ക്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.